ഇതിൽ കഥയാണ് നായകൻ എന്ന് ഞാൻ പറയുന്നത് അതാണ്. ഇപ്പൊ ഹരീഷ് പറഞ്ഞല്ലോ, ഹരീഷ് എത്രയോ സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്ത ആളാണ് ഹരീഷ്. പക്ഷെ ഹരീഷ് ഇതുവരെ ചെയ്യാത്ത ഒരു വിഭാഗത്തിലുള്ള ഒരു കഥാപാത്രം. അത് ഞാൻ അവനെ വിളിച്ചു പറയണം, നീ ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ട്, ഭയങ്കര രസമായിരിക്കുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും അപ്പുറത്ത് റിസൾട്ട് അതിൽ കിട്ടുകയും ചെയ്യുന്നു. അതേപോലെ തന്നെയായിരുന്നു വിഷ്ണുവിന്റെ കാര്യത്തിലും. ആ കഥാ സന്ദർഭം അതിൽ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് അത് ഇയാൾ ചെയ്താൽ നന്നാവില്ലേ എന്ന് ശാന്തൻ ചോദിച്ചപ്പോൾ എന്തിനു മറ്റൊരിലേക്ക് പോകുന്നു, ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ചന്ദ്രനാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ പിന്നെ നല്ലൊരു കൈ നോക്കാം. പിന്നെ അവർക്കൊക്കെ ചെറുപ്പം മുതലേ ആഗ്രഹമുള്ള സംഭവമാണ്. അതായത് എൻ്റെ വീടെന്ന് പറയുന്നത് ഒരു റിഹേഴ്സൽ ക്യാമ്പുകളുടെ ഒക്കെ ഒരു വലിയ സ്ഥലമാണ്. നാടകകാരങ്ങളിലെ എല്ലാവരും വന്ന് റിഹേഴ്സൽ ചെയ്യുകയും സ്ക്രിപ്റ്റ് വായന നടത്തുകയും. അപ്പൊ ഇവർക്ക് ചെറുപ്പത്തിൽ വളരുന്ന കാലം മുതലേ, ഇപ്പൊ ശാന്തനക്കവനൊക്കെ എടുത്തു നടന്ന ആളാ, വളർന്ന കാലം മുതലേ എല്ലാവരും അറിയുന്നതാണ്. ഇതിന്റെ ഇടയിൽ കിടന്നിട്ടാണ് ഇവരൊക്കെ വളരുന്നത്. അപ്പൊ രണ്ടാമത്തെ മകൻ ആദ്യത്തെ സിനിമയിൽ ചെയ്യാനും അത് കാരണമാണ്. ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അവിടുത്തെ തിയേറ്ററിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കടന്ന് വളരുന്നത് കൊണ്ട് എനിക്ക് ഇവരൊരു പുതിയ അഭിനേതാക്കളായിട്ടോ എൻ്റെ മക്കളായിട്ടോ അങ്ങനെയൊന്നും ചെയ്യുമ്പോൾ തോന്നിയിട്ടില്ല. എൻ്റെ ഒരു കോ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതിന് കാരണം അതാണ്, ആ ഒരു പാശ്ചാത്തലം അങ്ങനെയായിരുന്നു. അല്ല, സാഹചര്യം അവർക്ക് ഉണ്ടായി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു മാത്രം. താങ്കൾ ചോദിച്ച പോലെ ഇപ്പോ ഈ വിഷ്ണു ഒരു പുതിയ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ഫീല്, സത്യം പറഞ്ഞാൽ ഇപ്പോ ഹരീഷ് സാർ പറഞ്ഞ പോലെ ആ വീടിന്റെ ആ ഒരു നാടകം ഇതിന്ന് അത് പിന്നെ ഇങ്ങനെ ആക്ടിങ് ഇതിലൊക്കെ കണ്ട് വളർന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഗുണമായിരുന്നു. കാരണം ഒരാള് വരുമ്പോൾ, ഞാനൊരു പുതുമുഖ സംവിധായകൻ, ഒരു പുതിയ ഒരാള് ഇങ്ങനെ ഒരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ഒരു പുതിയ ആള് എന്നുള്ള ഒരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാക്കിയില്ല. റീടേക്കോ ഒന്നും പോകാതെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ ഈ ഒരു ഇതിൽ ജീവിച്ച് വളർന്ന് അച്ഛൻ്റെ ഒരു ഇതും കഴിവും ഉള്ളത് കൊണ്ടാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ വിഷ്ണു ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വളരെ സപ്പോർട്ടായിരുന്നു, നല്ല രസമായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സെമ്പിലേട്ടൻ വേണ്ട ചോദ്യത്തിന് പറഞ്ഞോളാം. നിർമ്മൽ പാലാഴി, അതുപോലെ തന്നെ ഹരീഷ് ഏട്ടൻ, സെമ്പിലേട്ടൻ, ഇങ്ങനെ ഇവരെയൊക്കെ കൂട്ടിയിട്ട് ഒരു സിനിമ ചെയ്യാം എന്നെന്തുകൊണ്ട് തീരുമാനിച്ചത്? അത് മാത്രമല്ല, ഒരു നെഗറ്റീവ് ഷെയ്ഡിലുമാണ് ഹരീഷ് ഏട്ടൻ വരുന്നത് ഇതില്. അപ്പൊ അതെങ്ങനെയായിരുന്നു? ഇതില് നമ്മൾ മനസ്സിലാകും, നമ്മളെ സിനിമയുടെ, മലയാള സിനിമയുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അസാധ്യ ആക്ടേഴ്സായിരിക്കും ഈ ഹ്യൂമർ കൈകാര്യം ചെയ്യുക. പലപ്പോഴും ഈ മലയാള സിനിമയിൽ എപ്പോഴും പണ്ട് മുതലേ അങ്ങനെയാണ്, അസാധ്യമായിട്ട്. പപ്പുവേട്ടൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞാവക്ക എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടായിരുന്നു പപ്പുവേട്ടൻ്റെ കൂടെ. അന്ന് നാടകങ്ങളിൽ ഇവർ രണ്ടുപേരും കൂടിയായിരുന്നു സാധനങ്ങൾ ചെയ്യുക. അപ്പൊ അവരൊരു പരിപാടിക്ക് വിളിക്കും. പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്പോട്ട് ആ സ്റ്റേജിന്റെ പിന്നിൽ നിന്നാണ് പപ്പുവേട്ടനും കുഞ്ഞാവക്കയും കൂടി ഈ ആ മൂഡിനനുസരിച്ചിട്ടുള്ള ഒരു സാധനം, ഇതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് അവർ ഡെവലപ്പ് ചെയ്യും. സ്റ്റേജിന്റെ മുകളിൽ നിന്ന് അതങ്ങോട്ട് വളരും. അങ്ങനെയുള്ള ഒരു ആക്ടർ പപ്പുവേട്ടൻ വന്നിട്ട് ഇപ്പോഴും കണ്ടില്ലേ, പപ്പുവേട്ടന്റെ ആ താമരശ്ശേരി ചുരത്തിന്റെ സ്ക്രൂ ഡ്രൈവർക്ക് എറിയുന്ന സ്ഥലം, ആ സ്പോട്ട്, പ്രിയൻ സാറൻ എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഓൺ ചെയ്തിട്ട് തിരിഞ്ഞു നിന്ന് ചിരിക്കിയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ ആക്ട്, അതിൻ്റെയൊക്കെ ഒരു പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഇപ്പൊ സെന്തിലാണെങ്കിലും അങ്ങനെയാണ്, അപ്പം നിർമ്മലാണെങ്കിലും. അപ്പൊ എന്തുകൊണ്ട് ഇത്ര ആക്ടേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ മറ്റൊരു സൈഡ് ഉണ്ട്. അത് പലപ്പോഴും മലയാള സിനിമ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കുന്ന സമയത്ത് അത്തരം ആക്ടേഴ്സ്, ഞാൻ അവരെ മാത്രമല്ല പറയുന്നത്, ഗംഭീരമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും. ആ കാര്യത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ഇവർക്ക് കൊടുത്ത് ഭയങ്കര മനോഹരമായിരിക്കും എന്നുള്ളൊരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ 3 പേരും കൂടെ, ശാന്തനും ശ്യാമും ഞാനും കൂടെ ഒറ്റയ്ക്കല്ല തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ചയിലൂടെയാണ് അതിലേക്ക് പോകാൻ കാരണം.